ഹലോ. എന്താടാ ഈ അവിടെ എത്തിയിട്ടൊന്നും വിളിക്കാത്ത? ഞാൻ ഇന്നലെ രാത്രി എത്തിയപ്പോൾ ഒരുപാട് നേരം വൈകിയമ്മ. നല്ല ക്ഷീണമായിരുന്നു, അതാ വിളിക്കാഞ്ഞ്. മോൻ പുറത്തേക്കൊന്നും പോകണ്ടട്ടോ, വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കും. ഇല്ലമ്മ, രണ്ടാഴ്ചക്ക് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നടക്കൂല. ഏതാണ്ട് ലോക്കായി കിടക്കുക. അത് സാരില്ലേ, രണ്ടാഴ്ചല്ലേ, ഒന്ന് കാത്തിരിക്കും. അല്ല, കൂട്ടിന് ആരെങ്കിലും ഉണ്ടോ? അമലുണ്ട്. ഏത് അമല്? ഒപ്പം ജോലി ചെയ്യുന്ന? ഏയ്, എൻ്റെ കൂടെ പഠിച്ചതാ. അവനോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. ഞാൻ വെക്കട്ടെ, കുറച്ച് പണിയുണ്ട്. ഹലോ അരുൺ, സേഫ് അല്ലേ? ഈ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വർക്ക് ഫ്രം ഹോം ആണ്. സോ ചെയ്യാനുള്ള വർക്ക്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. പറഞ്ഞ ഡേറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. എടാ, ഇവിടെ ആകെ ലോക്കാ. ഞാൻ നിന്നെ വിളിക്കാൻ ചേച്ചില്ല, ടൈമിട്ടില്ല. ഒന്ന് പോടാ, ഇവിടെ ആകെ പണി കുടുങ്ങിയിരിക്കുകയാണ്. ഇല്ലടാ, എന്തൊരു ഒച്ച കേട്ടു. ഇവിടെ ആരുള്ള പോലെ. നീ അത് വിട്, ഇവിടെ ആകെ പണി കേട്ടിരിക്ക, റെസ്റ്റും ഇല്ല. ശരി എന്നാ, പണിക്ക് പോവാത്തോണ്ടല്ലേ, കിട്ടായിട്ടല്ലോ. ശരി, ഞാൻ പിന്നെ വിളിക്കാം.
എടാ എന്താ എടാ നീയാണോ തൊട്ടിച്ചേ? എന്താന്ന് പറ. ഈ നോട്ട് നീയാണോ ഒട്ടിച്ചേ? ഞാൻ ആ ഭാഗത്തേക്ക് വരാറില്ല എന്ന് അറിഞ്ഞൂടെ. ഇങ്ങനെയല്ലെങ്കിൽ ഇപ്പൊ ഇതാരോ. കഴിഞ്ഞ വീക്ക് തന്ന വർക്കിന്റെ ഡെഡ് ലൈൻ ഇപ്പൊ കഴിഞ്ഞു. എന്താണ് ഇത്ര ഡിലേ? ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്? മാക്സിമം 2 ഡേയ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ആക്കണം. വീക്ക് തന്ന വർക്കിന്റെ ഡെഡ് ലൈൻ ഇപ്പൊ എന്താണ് ഇത്ര ഡിലേ? ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് വർക്കിൽ കോൺസെൻട്രേറ്റ് എടാ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് ആകെ സ്ട്രെസ് അടിക്കടാ. മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയോ ഒച്ച കേൾക്കുന്നുണ്ട് ഇവിടെ. ആരോ എന്നെ നോക്കുന്ന ഒരു അടുത്ത്. അതെ, എന്റെ തോന്നലാണ്. ഇവിടെ ആരോ വന്ന് സ്റ്റിക്കിനോട്ട് ഒക്കെ എന്റെ തോന്നലാണ്. ഞാൻ മാത്രല്ലടാ, എന്റെ കൂടെ വേറൊരുത്തനും കൂടി ഉണ്ട്. പക്ഷെ അവനങ്ങനെ എന്റെ റൂമിൽ കയറത്തൊന്നുമില്ല. എടാ അമലിനെ അറിയില്ല എനിക്ക്. നമ്മളെ കൂടെ പഠിച്ച അമല്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഹലോ ഹലോ കോപ്പ്